Hello everyone, myself Shanif. ഞാൻ കാസർഗോഡ് CAD സെന്ററിൽ CAD എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാം നമ്മൾ ഒരു 2D ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് AutoCAD എന്നുള്ളൊരു സോഫ്റ്റ്വെയർ. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് ഓട്ടോകാഡിൽ ചേഞ്ച് സ്പേസ് എന്നൊരു ടൂള് പലർക്കും അറിയണമെന്നില്ല. ചേഞ്ച് സ്പേസ് എന്നൊരു ടൂൾ അവൈലബിൾ ആണ്. സോ ആ ഒരു ടൂളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. വളരെ ചെറിയൊരു ടൂൾ, ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു ടൂൾ കൂടിയാണ്. മീൻസ് നമുക്ക് എങ്ങനെയാണോ ഒരു മോഡൽ സ്പേസ്, അതായത് ഒരു മോഡൽ സ്പേസ് നമ്മൾ ലാസ്റ്റ് പ്രിന്റ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു മോഡൽ സ്പേസ് എങ്ങനെയാണ് അതിലെ സം ഒബ്ജക്ട്സ് നമുക്ക് പേപ്പർ സ്പേസിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഡിസ്കഷൻ അല്ലെങ്കിൽ ആ ടൂളിന്റെ ഒരു വിവരണമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കത് നോക്കാം, എങ്ങനെയാണ് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യാം, മീൻസ് ആ ഒരു ടൂൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. മീൻസ് ഇപ്പൊ ഞാനിത് ഓട്ടോകാഡാണ് ഉപയോഗിക്കുന്നുള്ളത്. ഓട്ടോകാഡ് നമുക്കറിയാം നമ്മൾ ലേഔട്ട് സ്പേസിലാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം ഈ ഒരു ഓറിയന്റേഷൻ വ്യൂ, അതായത് നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് എന്നുള്ള ഈ ഒരു സൈറ്റിന്റെ ഓറിയന്റേഷൻ കാണിക്കുന്ന മീൻസ് ടൂളാണ്. ഈ ഒരു ഓറിയന്റേഷൻ എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യണം, മീൻസ് അത് പേപ്പർ സ്പേസിലേക്ക് കൊണ്ടുവരണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാധാരണ ഒരു സൈറ്റിന്റെ സ്കെയിൽ എന്നുള്ളത് 1:400 ആയിരിക്കും ഒരു സൈറ്റിന്റെ സ്കെയിൽ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു 1:400 മീൻസ് ഒരു ഒബ്ജക്റ്റിനെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് മേ ബി എന്നല്ല, നോർമലി എന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റ് ഒക്കെ അതിലുള്ള മൊത്തം ഒബ്ജക്ട്സ് അതിനനുസരിച്ചിട്ട് സൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഒരു മോഡൽ സ്പേസ് ആക്റ്റീവ് ചെയ്യാൻ പോകുക, ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മോഡൽ സ്പേസ് ആക്റ്റീവ് ചെയ്യും. ദെൻ ഏറ്റവും ബിലോ സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് എന്തുണ്ട്, സ്കെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാം സ്കെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ. ഫോർ എക്സാമ്പിൾ ഞാനെൻ്റെ ലൈക്ക് മൗസ് ഒന്ന് കുറച്ചും കൂടി വിസിബിൾ ചെയ്യാം. ലൈക്ക് ഇപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഒരു സ്കെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലെ. ഈ സ്കെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ സൈറ്റ് എന്നുള്ളൊരു സ്കെയിൽ, സൈറ്റ് എന്ന് വെച്ചാൽ 1:400 ഓൾറെഡി ഒരു സ്കെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ സ്കെയിൽ ആക്റ്റീവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് വ്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ സ്കെയിൽ കുറച്ചും കൂടി ചെറുതാക്കുക എന്നുണ്ടെങ്കിൽ മീൻസ് ഞാൻ ഈ ഒരു സ്കെയിൽ 1:100 മാറ്റുമ്പോൾ ഒബ്ജക്ട് അതിനനുസരിച്ച് ബദലാവും. എൻ്റെ ഓറിയന്റേഷൻ എന്താകുന്നുണ്ട്, വലിയൊരു സ്കെയിലായിട്ട് മാറുന്നത്. സോ ഈ ഒരു കേസിൽ എനിക്ക് മീൻസ് ഓറിയന്റേഷന്റെ സ്കെയിൽ ചേഞ്ച് ആവാൻ പാടില്ല. ഓറിയന്റേഷൻ എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യണം, ഈ സൈസിൽ തന്നെ, അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു സൈസിൽ ഓറിയന്റേഷൻ എനിക്ക് പേപ്പർ സ്പേസിലോട്ടേക്ക് ആഡ് ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യാം, ചേഞ്ച് സ്പേസ് എന്നുള്ള ടൂള് ഉപയോഗിക്കാം. ചേഞ്ച് സ്പേസ് നമുക്ക് ടൂൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ CH സ്പേസ് എന്നുള്ള ടൂൾ അവൈലബിൾ ആണ് ഓട്ടോകാഡ്. ആദ്യം മോഡൽ സ്പേസ്, അതായത് നമ്മൾ ആ വ്യൂ പോർട്ട് ആക്റ്റീവ് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ദെൻ CH സ്പേസ് എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്യാം. നമ്മളോട് പറയും പ്രോംപ്റ്റ് ബോക്സിൽ സെലക്ട് ഒബ്ജക്ട് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അല്ലെ. അതായത് ഓട്ടോകാഡ് നമുക്കറിയാം വളരെ എളുപ്പമാണ് സോഫ്റ്റ്വെയർ എന്നുള്ളത്, കാരണം എല്ലാം കമാൻഡ് പാനൽ, അതായത് ഇതിനാണ് കമാൻഡ് പാനൽ എന്ന് പറയാം. ഈ കമാൻഡ് പാനലെല്ലാം വിസിബിൾ ആയിരിക്കും എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഞാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ഒബ്ജക്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്തു, ബിക്കോസ് ആ ഒബ്ജക്റ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, ചേഞ്ച് ചെയ്യേണ്ടത് അല്ലെ. സോ ആ ഒബ്ജക്ട് സെലക്ട് ചെയ്തു, ഞാൻ എൻ്റർ കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ മോഡൽ സ്പേസ് ഡീആക്ടിവേറ്റ് ചെയ്യുക. മോഡൽ സ്പേസ് ഡീആക്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ മോഡൽ സ്പേസിന്റെ പുറത്ത് എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ പിന്നെ ഈ ഒരു ഒബ്ജക്റ്റ് ആണ് സൂം ആവുന്നുണ്ട്, ഷീറ്റ് മൊത്തം അല്ലെ. ഓക്കെ, ദെൻ എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഒബ്ജക്റ്റിന് അതായത് ഈ ഓറിയന്റേഷൻ നേരെ എടുത്തിട്ട് എന്ത് ചെയ്യണം, പേപ്പർ സ്പേസിൽ കൊണ്ടുവരണം. സോ മൂവ് എന്നുള്ള കമാൻഡ്, മൂവിന്റെ കമാൻഡ് എം എൻ്റർ കൊടുക്കുക. ദെൻ ഏത് ഒബ്ജക്റ്റ് ആണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത് മൂവ് ചെയ്യാൻ, ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം അഗെയിൻ എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്ത് ഒരു ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യുക, ഡയറക്റ്റ് മൂവ് ചെയ്തിട്ട് എവിടെയാണ് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യേണ്ടത് ആ സ്പേസിൽ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം. സോ മോഡൽ സ്പേസിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ ഞാൻ എന്ത് ചെയ്തു, പേപ്പർ സ്പേസിലേക്ക് മാറ്റി. ദെൻ എനിക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഈ വ്യൂ പോർട്ടിനെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്കെയിൽ ഓപ്ഷൻ എടുക്കുക, സൈറ്റ് എന്നുള്ള സ്കെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കെയിലിലേക്ക് എന്ത് ചെയ്യും, ഈ 400 അതല്ലെങ്കിൽ ഏത് സ്കെയിലിലേക്കാണ് അതിലേക്ക് നമുക്ക് മാറ്റാം. ഇനി സൈറ്റ് നമ്മൾ സൈസ് ചെയ്താലും നമ്മൾ ഓറിയന്റേഷൻ എന്താവുന്നില്ല, സൈസ് ആവുന്നില്ല. സോ ഇത് സാധാരണ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ചേഞ്ച് സ്പേസ് എന്നുള്ളത്. മെയിൻ പർപ്പസ് എന്നുള്ളത് മോഡൽ സ്പേസിലുള്ള ഒരു ഒബ്ജക്റ്റ് നമുക്ക് പേപ്പർ സ്പേസിൽ കൊണ്ടുവരാം എന്നുള്ളൊരു കൺസെപ്റ്റിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ കൂടുതൽ ലൈക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ
അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം, അതല്ലെങ്കിൽ കൂടുതൽ ഡൗട്ട്സോ അതല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആകുന്ന ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ താഴെ കമന്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, താങ്ക് യു എവരി വൺ.